ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ഏപ്രിൽ മാസത്തെ കരിയർ അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഏപ്രിൽ മാസത്തെ ജോബ് അപ്ഡേറ്റ്സിനെ കുറിച്ച് നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ദയവ് ചെയ്ത് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്തുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ലേണിനോ ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ഇടുന്ന ഒരേ ഒരു ചാനലാണ് ലേണിനോ ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ചാനൽ. ഓക്കെ, അതുകൊണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സംസ്കൃത സർവകലാശാലയിൽ PGയുടെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ മുഖ്യ ക്യാമ്പസിലും വിവിധ പ്രാദേശിക ക്യാമ്പസുകളിലുമായിട്ട് 2025-26 അധ്യയന വർഷത്തെ PG ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഏപ്രിൽ 16 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. എക്സാം ഉണ്ട് കേട്ടോ. പ്രവേശന പരീക്ഷ ഏപ്രിൽ 30 കാലടി മുഖ്യ ക്യാമ്പസിലും വിവിധ പ്രാദേശിക ക്യാമ്പസുകളിലായിട്ടും ആരംഭിക്കും. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവർക്ക് MA, MSc, MSW കോഴ്സുകളിലേക്കാണ് അപേക്ഷിക്കാവുന്നത്. അവസാന വർഷ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാക്കുന്നവർക്കും അവസരമുണ്ട്. കാലടി മുഖ്യ ക്യാമ്പസ് കൂടാതെ പയ്യന്നൂര്, കൊയിലാണ്ടി, തിരൂര്, ഏറ്റുമാനൂര്, പത്മന, തിരുവനന്തപുരം എന്നീ പ്രാദേശിക ക്യാമ്പസുകളിലാണ് സർവകലാശാലയ്ക്കുള്ളത്. ഇതിലുള്ള പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഏതിനൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, MA സംസ്കൃതം സാഹിത്യം, സംസ്കൃതം വേദാന്തം, സംസ്കൃതം വ്യാകരണം, സംസ്കൃതം ന്യായം, സംസ്കൃതം ജനറൽ, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ഹിസ്റ്ററി, ഫിലോസഫി, മ്യൂസിക്, ഡാൻസ്, ഭരതനാട്യം ഉണ്ട്, അതുപോലെ തന്നെ മോഹിനിയാട്ടം ഉണ്ട്, തിയേറ്റർ, കമ്പാരേറ്റീവ് ലിറ്ററേച്ചർ ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്, ഉറുദു, അറബിക്, സോഷ്യോളജി, മ്യൂസിയോളജി, സോഷ്യോളജി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് തുടങ്ങി. അതുപോലെ തന്നെ MSc ഉണ്ട്, MFA ഉണ്ട്, MPES ഉണ്ട്. MSc ഏതിലേക്കെന്ന് വെച്ചാൽ സൈക്കോളജിയിലുണ്ട്, ജോഗ്രഫി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, സൈക്കോളജി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. MSW അറിയാലോ, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ആണ്. ഇനി MFA എന്ന് പറയുമ്പോൾ എന്താണ്, മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് ഇൻ വിഷ്വൽ ആർട്സ് ട്ടോ, മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് ഇൻ വിഷ്വൽ ആർട്സ്. MPES അതായത് മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ്. അതുപോലെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി ഡ്യുവൽ മെയിൻ മാസ്റ്റേഴ്സ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, PG ഡിപ്ലോമ ഇൻ വെൽനസ് ആൻഡ് സ്പാ മാനേജ്മെന്റ്, PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് ഓഫീസ് പ്രൊസീഡിങ്സ് ഇൻ ഹിന്ദി തുടങ്ങിയ വിഷയങ്ങൾക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, ഏപ്രിൽ 16 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. എക്സാം വന്നിട്ട് ഏപ്രിൽ 30 എവിടെയാണ് നടത്തുന്നത്, കാലടി മുഖ്യ ക്യാമ്പസിലും വിവിധ പ്രാദേശിക ക്യാമ്പസുകളിലുമാണ് ഇത് ആരംഭിക്കാൻ പോകുന്നത്. കാലടിയിൽ മാത്രമല്ല, പയ്യന്നൂര്, കൊയിലാണ്ടി, തിരൂര്, ഏറ്റുമാനൂര്, പത്മന, തിരുവനന്തപുരം തുടങ്ങിയവിടെയൊക്കെയാണ് ക്യാമ്പസുകളാണ് ഉള്ളത്. ഓക്കെ, ഓരോ PG പ്രോഗ്രാമിനും പ്രത്യേകം പ്രവേശന പരീക്ഷ ഉണ്ട് കേട്ടോ. അതായത് ഈ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയവർക്കോ സർവകലാശാല അംഗീകരിക്കുന്ന മറ്റു സർവകലാശാലകളിൽ നിന്നോ ബിരുദം നേടിയവർക്കോ അപേക്ഷിക്കാവുന്നതാണ്. BA 3 വർഷ പ്രോഗ്രാമിന്റെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം പ്രകാരം എല്ലാ കോഴ്സുകളും പൂർത്തിയാക്കിയവർക്കും 1 മുതൽ 4 വരെ സെമസ്റ്ററുകൾ ജയിച്ച് അവസാന സെമസ്റ്റർ പരീക്ഷ എഴുതുന്നവർക്കുമാണ് അപേക്ഷിക്കാൻ പറ്റുക. നമ്മൾ പറഞ്ഞല്ലോ പ്രവേശന പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞത്. എന്നാ നടക്കുന്നു പറഞ്ഞത്, ഏപ്രിൽ 30 പറഞ്ഞു. എന്നാൽ ഈ മ്യൂസിക്, ഡാൻസ് മോഹിനിയാട്ടം, ഡാൻസ് ഭരതനാട്യം, തിയേറ്റർ എന്നീ PG പ്രോഗ്രാമുകളിലേക്ക് എഴുത്ത് പരീക്ഷ കൂടാതെ അഭിരുചി പരീക്ഷയും പ്രായോഗിക പരീക്ഷയും ഉണ്ടായിരിക്കുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. www.ssus.ac.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് UGC നിർദ്ദേശിച്ച ഡുവൽ ഡിഗ്രി സംവിധാനം കേരളത്തിൽ ആദ്യമായി ഒരു സർവകലാശാലയിൽ നടപ്പാക്കാൻ പോവുകയാണ്. ഡുവൽ ഡിഗ്രി സംവിധാനം അതായത് റെഗുലർ പ്രോഗ്രാമുകൾക്കൊപ്പം വിദ്യാർത്ഥികൾക്ക് വേറൊരു സർവകലാശാലയുടെ UGC അംഗീകൃത ഓൺലൈൻ പ്രോഗ്രാമുകളും ഇനി പഠിക്കാനായിട്ട് പറ്റും. അതിന് MG സർവകലാശാലയിൽ റെഗുലർ പഠനത്തിനൊപ്പം ഓൺലൈൻ പ്രോഗ്രാം നടത്താനുള്ള ഒരു അവസരം MG സർവകലാശാല ഒരുക്കിയിരിക്കുകയാണ്. എന്താണ് സംഭവം, അതായത് നമ്മൾ പറഞ്ഞു ഡുവൽ ഡിഗ്രിയാണ്. അതായത് ഒരു സംഭവം പഠിക്കുമ്പോൾ തന്നെ അടുത്തത് പഠിക്കും.
പഠിക്കുക എന്നുള്ളത്. റെഗുലർ പ്രോഗ്രാമുകൾക്കൊപ്പം വിദ്യാർത്ഥികൾക്ക് MG സർവകലാശാലയുടെ UGC അംഗീകൃത ഓൺലൈൻ പ്രോഗ്രാമുകളും ഇനി പഠിക്കാനുള്ള അവസരം ആരോ കൊണ്ടുവന്നിരിക്കുകയാണ്, MG സർവകലാശാല കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് MCOM, MBA, MA ഇംഗ്ലീഷ്, BCom എന്നിവയാണ് കേട്ടോ പ്രോഗ്രാമുകൾ. ഏപ്രിലിൽ ആരംഭിക്കുന്ന ജൂലൈ 2025 സെഷനിൽ BBA, BA പൊളിറ്റിക്കൽ സയൻസ്, MA എക്കണോമിക്സ് പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. UGC നിർദ്ദേശിച്ച ഡുവൽ ഡിഗ്രി സംവിധാനം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർവകലാശാലയിൽ നടപ്പാക്കാൻ പോകുന്നത്. റെഗുലർ പ്രോഗ്രാമുകൾ പഠിക്കുന്നവർക്ക് സർവകലാശാലയുടെ ഓൺലൈൻ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലും 40% സ്കോളർഷിപ്പ് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഫോൺ നമ്പർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 9188918259 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ സൈറ്റിൻ്റെ CDOE.mgu.ac.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഓക്കെ, അപ്പോൾ MG സർവകലാശാല റെഗുലർ പഠനത്തിനൊപ്പം ഓൺലൈൻ പ്രോഗ്രാമും ചെയ്യാനുള്ള അവസരം അവർ ഒരുക്കിയിരിക്കുകയാണ്. ഓക്കെ, ഏപ്രിൽ 10 അപേക്ഷിക്കേണ്ട അടുത്ത ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. സിയാൽ അക്കാദമിയിൽ ഏവിയേഷൻ കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 10 കൊച്ചി വിമാനത്താവളത്തിൻ്റെ ഉപസ്ഥാപനമായിട്ടുള്ള CIASL അക്കാദമിയുടെ ഏവിയേഷൻ മേഖലയിലെ വിവിധ കോഴ്സുകൾ പ്രവേശനം ആരംഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ 25 പ്രവേശന പരീക്ഷ ഉണ്ടായിരിക്കുന്നുണ്ടോ, അത് ഏപ്രിൽ 25 ഏപ്രിൽ 10 വരെ അപേക്ഷിക്കാവുന്നതാണ്. കുസാറ്റിൻ്റെ അംഗീകാരമുള്ള PG ഡിപ്ലോമ ഇൻ ഏവിയേഷൻ മാനേജ്മെൻറ്റ്, എയർക്രാഫ്റ്റ് റെസ്ക്യൂ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അഡ്വാൻസ് ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സുകളായിട്ടുള്ള എയർപോർട്ട് പാസഞ്ചർ സർവീസ് മാനേജ്മെന്റ്, എയർപോർട്ട് റാംപ് സർവീസ് മാനേജ്മെന്റ് എന്നിവയിലേക്കാണ് പ്രവേശനം. PG ഡിപ്ലോമ കോഴ്സുകൾക്ക് 1 വർഷവും സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്ക് 6 മാസവും മാത്രമാണ് ദൈർഘ്യമുള്ളൂ കേട്ടോ. PG ഡിപ്ലോമ കോഴ്സുകളാണെങ്കിൽ 1 വർഷം. ഇനി സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഏതൊക്കെയാണ്? എയർപോർട്ട് പാസഞ്ചർ സർവീസ് മാനേജ്മെന്റ്, എയർപോർട്ട് റാംപ് സർവീസ് മാനേജ്മെന്റ് ആണ് ഏത് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ എന്ന് പറയുന്നത്. അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 മാസമാണ്. 50 സീറ്റുകളാണുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് ഒരു ഫോൺ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 884030808090000901 എന്നുള്ള നമ്പറായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഈ വെബ്സൈറ്റും അവർ കൊടുത്തിട്ടുണ്ട്. www.CIASL അതാണ് സിയാൽ എന്ന് പറയുന്നത്. CIASL.aeroacademy എന്നുള്ള വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. കോഴ്സുകൾ ഒന്നും കൂടി പറയാം. PG ഡിപ്ലോമ ഇൻ ഏവിയേഷൻ മാനേജ്മെന്റ്, എയർക്രാഫ്റ്റ് റെസ്ക്യൂ ആൻഡ് ഫയർ സേഫ്റ്റി അഡ്വാൻസ് ഡിപ്ലോമയാണ്. അപ്പോൾ അതിന് PG ആണെങ്കിൽ 1 വർഷവും, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണെങ്കിൽ 6 മാസമാണ്. സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഏതൊക്കെയാണ്? എയർപോർട്ട് പാസഞ്ചർ സർവീസ് മാനേജ്മെന്റ്, എയർപോർട്ട് റാംപ് സർവീസ് മാനേജ്മെന്റ് എന്നിവയിലേക്കാണ് പ്രവേശനം. 50 സീറ്റുകളാണുള്ളത്. ഏപ്രിൽ 25 പ്രവേശന പരീക്ഷയുണ്ട്. എൻട്രി ടെസ്റ്റ് ഉണ്ട്. ഏപ്രിൽ 10 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, കൊച്ചി എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 23 പ്രൊജക്ട് ഓഫീസേഴ്സിന്റെ വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് പ്രൊജക്ട് ഓഫീസർ മെക്കാനിക്കൽ ആണ് കേട്ടോ. ആ തസ്തികയിൽ 23 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. 5 വർഷത്തെ കരാർ നിയമനമായിരിക്കും. ഓൺലൈൻ അപേക്ഷ ഏപ്രിൽ 9 വരെയാണുള്ളത്. ഇതിലെ യോഗ്യത എന്ന് പറയുന്നത് 60% മാർക്കോടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും 2 വർഷത്തെ ജോലി പരിചയവും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം. അതുപോലെ തന്നെ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 60% മാർക്കും വേണം. പ്രായപരിധി ഉണ്ട്, 45 ആണ്. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? www.cochinshipyard.in എന്നുള്ള വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിജ്ഞാപനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അവിടെ തന്നെ ടെക് സപ്പോർട്ട് മാനേജറിന്റെ ഒഴിവും വന്നിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ലേസൺ റെപ്രസെന്റേറ്റീവ് ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് മാനേജർ തസ്തികയിൽ ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെന്നൈ പ്രൊജക്ട് സൈറ്റുകൾ കരാർ നിയമനമായിരിക്കും ഉണ്ടായിരിക്കുക. ഓൺലൈൻ അപേക്ഷ ഏപ്രിൽ 9 വരെയാണ്. ഇതിൻ്റെയും യോഗ്യത എന്ന് പറയുന്നത് 60% മാർക്കോടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും 1 വർഷത്തെ സീ ട്രെയിനിങ് കോഴ്സും അല്ലെങ്കിൽ 60% മാർക്കോടെ മെറൈൻ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ഇന്ത്യൻ നേവിയിൽ നിന്നും മെറൈൻ എഞ്ചിനീയറിംഗ് ലഭിച്ച സർട്ടിഫിക്കേഷൻ, 3 വർഷം കപ്പലിൽ ജോലി പരിചയം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ടെക് സപ്പോർട്ട് മാനേജറിന്റെ യോഗ്യത, അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. ഇതിലെ പ്രായപരിധി 55 ആണ്. ഓക്കെ, ഇതിന് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ www.cochinshipyard.in എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിയാൽ മതിയായിരിക്കും. അപ്പോൾ 23 പ്രൊജക്ട് ഓഫീസേഴ്സിന്റെ വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു
ടെക്നിക്കൽ സപ്പോർട്ട് മാനേജറിൻ്റെ ഒഴിവാണ് വന്നിട്ടുള്ളത്. രണ്ടിലും യോഗ്യത എന്ന് പറയുന്നത് 60% മാർക്കോടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്പീരിയൻസും അവർ പറയുന്നുണ്ട്. ഓക്കെ, ഇതുപോലത്തെ കൂടുതൽ വിവരങ്ങളാണ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജോബ് അപ്ഡേറ്റ്സ് മാത്രമല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.